ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാമിന്റെ രാജാവ് അതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ജോബാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിന്റെ പ്രൊമോഷനും അതേപോലെ തന്നെ സാലറി സ്കെയിലും തന്നെയാണ് ഇതിനെ ഇത്രത്തോളം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബാക്കി മാറ്റിയത്. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പോൾ നിലവിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നേരെ പോയി ഒന്ന് അപ്ലൈ ചെയ്യുക. 576/2024 അതിന്റെ കാറ്റഗറി നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് നിലവിൽ വരുന്നത്. അതായത് ആദ്യം നമുക്ക് പ്രിലിംസ് ഉണ്ടാവും 100 മാർക്കിന്റെ. അതിനുശേഷം മെയിൻസ് 2 പേപ്പറാണ്, അതും 100 മാർക്ക് വീതം തന്നെയാണ്. അതിനുശേഷം ഇന്റർവ്യൂ. അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏകദേശം നമുക്ക് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിംസ് വരുന്നത്. അപ്പോൾ പ്രിലിംസിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്താണ് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാണ്. അതിനുശേഷം നമ്മളെല്ലാവരും കാത്തിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിന്റെ 2 പേപ്പർ ഉണ്ടായിരുന്നു. അതിന്റെ നിലവിലത്തെ സിലബസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിന്റെ സിലബസും നിലവിൽ PSC പുറത്തു വിട്ടു. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം, അതിനുവേണ്ടി ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു. പിന്നീട് കുറെ പേര് അത് എന്താണ് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത മറുപടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്കും വരുന്നത്. കാരണം നിങ്ങൾക്കും ചിലപ്പോൾ ഇതേപോലുള്ള ഒരു ഡൗട്ട്സ് ഉണ്ടാവും. തുടക്കക്കാരായിട്ട് ഉദ്യോഗാർത്ഥികൾക്കാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വരുള്ളൂ. പക്ഷെ എന്താണ്, കുറച്ച് നാളുകളായി PSC പഠിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൗട്ട് ഒന്നുമില്ല, അവർക്ക് സംഭവം അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കോർ സബ്ജക്റ്റ് PSC എക്സാമുകളിലെ കോർ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്നത്. ഇതിനോട് തന്നെ കിടപിടിച്ച് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മറ്റൊരു ടോപ്പിക് കൂടിയുണ്ട്, അതാണ് കറണ്ട് അഫയേഴ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ മെയിൻസിന്റെ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ 1ലും 2ലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ അരിച്ചു പറക്കിയപ്പോൾ കാണാതിരുന്ന ഒരു ടോപ്പിക്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്. കാരണം നമുക്കറിയാം PSC എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സ് LGS എടുത്ത് നോക്കിയാലും LDC എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴും അത്രത്തോളം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ഇല്ലാത്ത ഒരു PSC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയിൽ പായസമില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ സദ്യ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത വേണമെങ്കിൽ എന്ത് വേണം, ഒരു കൂട്ടം പായസമെങ്കിലും വേണം. അപ്പോൾ പായസം ഇല്ലെങ്കിൽ അതിനെ സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് PSCക്ക് എന്തെന്ന് പറയുന്നത് ആനുകാലിക വിഷയം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എന്താണ് ടഫ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം എന്തില്ല, നിലവിൽ നമ്മുടെ എന്താണ് സിലബസിലില്ല. അപ്പൊ കുറച്ച് ആളുകൾക്ക് ഭയങ്കര അധികം സന്തോഷമായി. കാരണം എന്താണ്, ഭയങ്കര ഒരു കീറാമുട്ടിയാണ് ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ഈ പറയുന്ന സ്ത്രീ വിഭാഗത്തെ സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇച്ചിരി ടഫ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി പഠിച്ചു വയ്ക്കും. അപ്പൊ ഇത് എന്താണ്, എല്ലാ ദിവസവും നോക്കാൻ പത്രമൊന്നും വായിക്കാനുള്ള സമയമില്ല. എല്ലാവർക്കും ഓരോരോ ജോലികളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്കൊന്നും ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് അങ്ങോട്ട് നന്നായിട്ട് പഠിക്കാനുണ്ട്. ബാക്കി എല്ലാവരും സെറ്റാക്കി വെക്കും. അപ്പോൾ ഇത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അധികം സന്തോഷമായി. പക്ഷെ എന്താണ് അതിലെ ചതി എന്താന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ചില എക്സാമുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എക്സാമിൽ നമ്മൾ കാണാറുണ്ട്, അതായത് 2024 അല്ലെങ്കിൽ 2023 2022 ചോദിച്ച എക്സാമുകളിൽ ചിലപ്പോഴൊക്കെ എന്താണ് ഈ പറയുന്ന 1990 പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ എന്താണ് 2000 നോബൽ പ്രൈസുകൾ, അതേപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കയറി വരാറുണ്ട്. അപ്പൊ തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതെന്താണ് PSCക്ക് ഈ 2022 നടക്കുന്ന പരീക്ഷയിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, എന്നിട്ട് എന്തിനാണ് ഈ പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കറണ്ട് അഫയേഴ്സും അതേപോലെ പുരസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ പഴയത് എന്തിനാ ഇങ്ങോട്ടേക്ക് എടുത്ത് ചോദിക്കുന്നത്, ഇവരൊന്നും അപ്ഡേറ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നേന്ന്. പക്ഷെ അതിൻ്റെ അകത്താണ് നിലവിൽ എന്താണ് ഒരു നമ്മുടെ ചതി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം PSC എന്ന് പറയുന്ന അത്രത്തോളം പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് സംഭവങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ
ഇതായിരുന്നു നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസിൻ്റെ അകത്ത് എല്ലാവരും അരിച്ചു പറക്കി നോക്കി. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും എന്തില്ല, അതിൻ്റെ അകത്ത് ഒന്നും ഈ പറയുന്ന ഒരു സാധനവും കാണുന്നില്ല. അതായത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും എന്തില്ല, ഇതിൻ്റെ അകത്ത് നിലവിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് കറണ്ട് അഫയേഴ്സ് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, എല്ലാവരും നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇല്ല. അതേപോലെ തന്നെ അടുത്ത പേപ്പർ എടുത്ത് നോക്കി, അതിൻ്റെ അകത്തും ഇല്ല. അപ്പോൾ എന്താണ്, കറണ്ട് അഫയേഴ്സ് ഇഷ്ടമില്ലാത്ത ആളുകൾ എന്താണ് ഭയങ്കര അധികം ഹാപ്പിയായി. എന്താണ്, കറണ്ട് അഫയേഴ്സ് ആ പണ്ടാരം എന്തില്ല, ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇനി അത് പഠിക്കണ്ടല്ലോ, ബാക്കി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഭാഗ്യം, എൻ്റെ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള സാധനമായിരുന്നു കറണ്ട് അഫയേഴ്സ്, അതില്ലല്ലോ എന്ന് സന്തോഷിച്ച ഒത്തിരി പേര്. അപ്പൊ അവർക്ക് എന്താണ്, സന്തോഷിക്കാനുള്ള വകയൊന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC നടത്തിയ മറ്റൊരു തന്ത്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് 2 എക്സാമ്പിൾ ആണ് പറയുന്നത്. ഈ അടുത്തിടെ മരിച്ച 2 പ്രശസ്ത വ്യക്തികളുണ്ട് നമ്മുടെ ഇടയിൽ. ഒന്ന് MT വാസുദേവൻ നായരും അതേപോലെ തന്നെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മൻമോഹൻ സിംഗും. ഈ 2 എന്താണ് വ്യക്തികളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ അകത്ത് ശരിക്കും PSC ഉപയോഗിച്ച തന്ത്രം എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു PSCയുടെ എന്താണ് ആ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കൊടുക്കാതിരുന്നതിന്റെ അപ്രോച്ച് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഓക്കെ, ആദ്യം നമുക്ക് MT വാസുദേവൻ നായരെ കുറിച്ച് നോക്കാം. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1995 സമഗ്ര സംഭാവനയ്ക്കാണ് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ താഴെ പറയുന്ന പോലെ MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1995. അല്ലെങ്കിൽ 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷനിൽ MT വാസുദേവൻ ഇങ്ങനെയൊക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ 1995 കാര്യങ്ങൾ PSC എടുത്ത് വയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. കാരണം എന്താണ്, MT വാസുദേവൻ നായർ ഈ റീസെന്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ്, നിലവിൽ നമുക്കൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ്, ഈ പറയുന്ന കലാകായികം സംസ്കാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന്റെ അകത്ത്, അതായത് ഈ പറയുന്ന എന്താണ് ലിറ്ററേച്ചർ, അതിൻ്റെ അകത്ത് സാഹിത്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്, ഇതിൻ്റെ അകത്ത് ജ്ഞാനപീഠ അവാർഡ് റിലേറ്റഡ് ഫാക്ട്, മലയാളം റൈറ്റേഴ്സ് ഹു ക്യാൻ വോൺ ദ ജ്ഞാനപീഠ അവാർഡ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്. ഈ ഒരു ടോപ്പിക്കിൽ PSCക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യം എടുത്തിടാനായിട്ട് പറ്റും. അതായത് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നിലവിൽ എന്താണ് പറയുന്ന കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലികം എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നിലവിൽ അത് സാഹിത്യത്തിലും വരും, അല്ലെങ്കിൽ എന്താണ് കറണ്ട് അഫയേഴ്സിലും വരാം. അപ്പോൾ അങ്ങനെ ഒരു ടാക്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും PSC അവിടെ നടത്തുന്നത്. അതേപോലെ തന്നെ നോക്കാം, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനായ കൂടല്ലൂരിൽ ജനിച്ച വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് MT വാസുദേവൻ നായർ തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണ് രണ്ടാം ഊഴം? സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ ചോദിക്കാം നമുക്ക് ഈ ഒരു ചോദ്യം. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അതെന്താണ്, ഓൾറെഡി കറണ്ട് അഫയേഴ്സ് ആണ്. റീസെന്റ് അദ്ദേഹത്തിന്റെ എന്താണ് കൃതി, എന്താണ് മരിച്ച ഒരു വ്യക്തിയാണ്, പ്രശസ്തനായ ഒരു വ്യക്തിയാണ് MT. അപ്പൊ MTയുടെ ഈ ഒരു രണ്ടാം ഊഴം അവിടെ മലയാളത്തിൽ ചോദിച്ചു. അതേപോലെ തന്നെ എന്താണ് ആർട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന അവിടെ നമുക്ക് കയറി വരും, ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചോ. അപ്പൊ അത് കറണ്ട് അഫയേഴ്സ് തന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ലെവലിലായിരിക്കും അവിടെ ചോദ്യങ്ങൾ കടന്നുകൂടി വരുന്നത്. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് അവിടെ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ MTനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. കാരണം നമ്മളത് സ്കിപ്പ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. പക്ഷെ റീസെന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. പക്ഷെ അത് കടന്നുകൂടുന്നത് മലയാളത്തിലോ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാവാം. ഓക്കെ, ഇനി MTയുടെ ആദ്യ നോവലായ നാലുകെട്ട് പ്രസിദ്ധീകരിച്ച വർഷം 1958. അപ്പൊ നമ്മൾ വിചാരിക്കും 58 കാര്യം എന്തിനാണ് ദൈവമേ ഇപ്പൊ ചോദിച്ചത്. കാരണം എന്തുകൊണ്ടാ, MT റീസെന്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്, മരിച്ചത്. അതുകൊണ്ടാണ് അവിടെ ചോദിച്ചത്. MT വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാന്നുള്ളത്. അതേതാണ്, അത് രണ്ടാം ഊഴത്തിനാണ് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. കാരണം ഈ അടുത്തിടെ എന്താണ് അതിന്റെ സിനിമയാക്കാനൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം രണ്ടാം ഊഴം എപ്പോഴും PSC മലയാളത്തിൽ കയറി ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. താഴെ പറയുന്നതിൽ രണ്ടാം ഊഴം ആരുടെ കൃതിയാന്നുള്ളത്, അത് MTയുടെ കൃതിയാണ്. അപ്പോൾ
തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി അത് സാഹിത്യത്തിൽ കയറി ചോദിക്കും, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ ഉത്തരത്തിലേക്ക് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. കാരണം റീസെന്റ് ആണ് MT വാങ്ങിച്ചത്. ഓക്കെ, ഇനി അടുത്തതാണ് മറ്റൊരു ആള് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. നമുക്കറിയാം സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആ ഒരു ചോദ്യം വേണമെങ്കിൽ എക്കണോമിക്സിൽ ചോദിക്കാം. കാരണം എക്കണോമിക്സിൽ അത്രയധികം സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി പുതിയ പുതിയ പദ്ധതികൾ, പ്ലാനിങ്ങൾ ഒക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ അവിടെ നമുക്ക് മൻമോഹൻ സിംഗ് നമുക്ക് എക്കണോമിക്സിൽ ചോദിക്കാം. വേണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് വിഭാഗത്തിൽ ഇത് കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഇതൊരു കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻ ആയിട്ടും അതേപോലെ തന്നെ ഈ രണ്ട് കാറ്റഗറികളിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു സംഭവം നമുക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ് ഈ പറയുന്ന ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി അതാരാണ്? മൻമോഹൻ സിംഗ് ആണ്. അതേപോലെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയ പുസ്തകം, അപ്പോൾ കൃതികളും അതേപോലെ തന്നെ പ്രശസ്തമായ വ്യക്തികളുടെ കൃതികൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട് ടോപ്പിക്കിന്റെ അകത്ത്, ലിറ്ററേച്ചറിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് എന്താണ് ഫേമസ് വർക്ക് ആൻഡ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, അല്ലെങ്കിൽ ഫേമസ് കോട്ട്സ് ബുക്ക് ആൻഡ് ഓതേഴ്സ്, അതിന്റെ അകത്ത് വേണമെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ചോദ്യം ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഇത് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ. അതിപ്പോ എക്കണോമിക്സിൽ ചോദിച്ചാലും അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. പക്ഷെ എന്താണ് വേറെ ഏതെങ്കിലും ടോപ്പിക്കുകളുടെ ഉള്ളിലായിട്ടായിരിക്കും ഈ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആരാന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആക്ടിന്റെ അകത്ത് നമുക്ക് എന്താണ് ഈ പറയുന്ന സംഭവങ്ങൾ, അതായത് വിവരാവകാശം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് വിവരാവകാശം, അതേപോലെ തന്നെ എന്താണ് മനുഷ്യാവകാശം, അതേപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാ. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വിവരാവകാശം നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ഉത്തരവും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ആര് തന്നെയാണ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിലവില്, അതായത് നിലവിൽ കറണ്ട് അഫയേഴ്സ് ഇല്ല എന്ന് പറയുമ്പോഴും കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ കടന്നുകൂടുന്ന പല നിലവിലെ മേഖലകളും നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരാം, എക്കണോമിക്സിൽ വരാം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ അതായത് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത്, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്, ഇതിൻ്റെ അകത്തൊക്കെ എന്ത് ചെയ്യാം, PSCക്ക് ഈ പറയുന്ന റീസെന്റ് നടന്ന കാര്യങ്ങളുടെ കറണ്ട് അഫയേഴ്സ് മോഡലുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് ഇല്ല എന്ന് വിചാരിച്ച് ആരും സന്തോഷിക്കുകയൊന്നും വേണ്ട. കറണ്ട് അഫയേഴ്സ് ഇല്ലാതെ PSC എക്സാമുകൾ വരാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് അവിടെ സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളോ കൊടുക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തുണ്ടാവും, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവം കയറി കൂടിയിരിക്കും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. മക്കളെ, നമ്മൾ പഠിക്കുമ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. ഒരു ജോലി എന്നുള്ളതിന് വേണ്ടി നമ്മൾ പഠിക്കുക, അല്ലാതെ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകുന്നത്, ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം വിചാരിക്കുക, മനസ്സിൽ ചിന്തിക്കുക, അതായത് എനിക്കൊരു സർക്കാർ ജോലി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, അത് നേടിയെടുക്കുന്നവരെയും ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ എഫേർട്ടും ഞാൻ കൊടുക്കും എന്ന് കരുതി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്, സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ ബാച്ച് പുതിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തേക്കാം, അതിന്റെ ലിങ്കുകൾ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്കും അതിൻ്റെ അകത്തൊന്ന് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.